നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിർണായകമായ സുരക്ഷാ പരിധി, അതായത് റെഡ് ലൈൻ, അത് മറികടന്നാൽ തനിച്ച് സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് യുദ്ധകളത്തിലേക്ക് ഇസ്രായേൽ കൂടി രംഗപ്രവേശനം ചെയ്യുമെന്ന്. ഇറാന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അത് തടയാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ അമേരിക്കയെ അറിയിച്ചതെന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വിക്ഷേപണ തറകളും തകർക്കുന്നതിനുള്ള പദ്ധതികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന നയതന്ത്ര സൈനിക ചർച്ചകളിൽ ഇസ്രായേൽ പങ്കുവച്ചിട്ടുണ്ട്. മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണ പദ്ധതികളാണ് ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്മണരേഖ ഇറാൻ മറികടന്നാൽ ഞങ്ങൾ തനിച്ച് ആക്രമിക്കുമെന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഒരു ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. ഇറാൻ നിലവിൽ ഈ പരിധി ലംഘിച്ചിട്ടില്ലെങ്കിലും അവർ കടുത്ത നിരീക്ഷണത്തിലാണെന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധ ശേഖരം പുനർനിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും മറ്റൊരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും പറഞ്ഞു. സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാന്റെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഇസ്രായേലിനും അയൽ രാജ്യങ്ങൾക്കും നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാനും ലഭിച്ച ചരിത്രപരമായ അവസരമാണ് ഇതെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. മറ്റനുബന്ധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ പദ്ധതികളും ചർച്ചകളിൽ അവതരിപ്പിക്കപ്പെട്ടു. യമനിലെ ഹൂതികൾക്കെതിരെ നടത്തിയതുപോലുള്ള പരിമിതമായ സൈനിക നടപടികൾ മാത്രമായിരിക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സ്വീകരിക്കുക എന്ന ആശങ്ക ചില ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇത്തരം ഒരു ഭാഗികമായ നീക്കം ഇറാന്റെ പ്രധാന മിസൈൽ ശേഷികളെ ഇല്ലാതാക്കില്ലെന്ന് അവർ ഭയപ്പെടുന്നു. പ്രധാന ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കുന്നതിൽ ഇത്തരം പരിമിതമായ ആക്രമണങ്ങൾ പരാജയപ്പെടുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളുടെ പക്ഷം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ വ്യോമസേനയുടെ ഇൻകമിംഗ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഒമർ ടിഷ്ലറും അദ്ദേഹത്തെ അനുഗമിക്കും. അമേരിക്കയിലെ ഇസ്രായേൽ ഡിഫൻസ് അറ്റാഷെ പദവി നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ IDF ചീഫ് ഓഫ് സ്റ്റാഫിനെ പ്രതിനിധീകരിച്ചാണ് ടിഷ്ലർ എത്തുന്നത്. ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളുടെ അടുത്ത ഘട്ടം നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ സന്ദർശനം. കഴിഞ്ഞ ആഴ്ച മസ്കറ്റിൽ നടന്ന പ്രാഥമിക ചർച്ചകളിൽ തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്താൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ഒമാൻ സന്ദർശിക്കുമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാവി ചർച്ചകളുടെ സമയവും സ്ഥലവും ഒമാനുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നിർത്തിവെച്ചിരുന്ന നയതന്ത്ര ശ്രമങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ വീണ്ടും പുനരാരംഭിക്കാനാണ് ശ്രമം നടക്കുന്നത്. 37 വർഷത്തിനിടയിൽ ആദ്യമായി പല മാറ്റങ്ങളും ഇറാനിലും സംഭവിക്കുന്നതും ഇസ്രായേലും അമേരിക്കയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, 37 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി എയർഫോഴ്സ് കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നത്. 1989-ൽ അദ്ദേഹം ചുമതലയേറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിര പരിപാടിയായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുത്തു കാണില്ല. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവി അദ്ദേഹത്തിന് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടു. ഇതിനിടെ അമേരിക്ക ഇറാന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ
അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. എന്നാൽ US ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്ക് വ്യാപിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-മായി നടത്തുന്ന ആണവ നിർവ്യാപന ചർച്ചയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്നും ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഞായറാഴ്ച വ്യക്തമാക്കുകയുണ്ടായി. US-ന്റെ ഭീഷണിയിൽ ഇറാൻ ഭയക്കില്ലെന്നും ടെഹ്റാനിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. US-ൽ ഇറാന് അല്പസ്വല്പം വിശ്വാസമില്ലായിരുന്നുവെന്നും അവർ ചർച്ച പുനരാരംഭിച്ചത് ഗൗരവത്തോടെയാണോ എന്ന സംശയം പോലുമുണ്ടെന്നും അറാഗ്ചി പറഞ്ഞു. വെള്ളിയാഴ്ച ഒമാനിലാണ് US-ഇറാൻ ചർച്ച വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയത്. ഈ മേഖലയിലെ അവരുടെ സേനാ വിന്യാസം നമ്മെ ഭയപ്പെടുത്തുന്നില്ല. നാം അണുബോംബിനായി ശ്രമിക്കുന്നില്ലെങ്കിലും അവർ നമ്മുടെ അണുബോംബിനെ ഭയക്കുന്നു. വൻ ശക്തികളോട് ഇല്ല എന്ന് പറയാനുള്ള നമ്മുടെ കരുത്താണ് നമ്മുടെ അണുബോംബ് എന്നും അറാഗ്ചി പറഞ്ഞു. ഈ അപൂർവമായ അസാന്നിധ്യം കേവലം ഒരു വിട്ടുനിൽക്കലല്ല, മറിച്ച് അമേരിക്കയുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ അയത്തുള്ള ഖമേനി നടത്തുന്ന അതിശക്തമായ തന്ത്രപരമായ ജാഗ്രതയുടെ ഭാഗമാണ്. ഇറാനെതിരെ സൈനിക നടപടിക്ക് കോപ്പുകൂട്ടുന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന ഒരു നീക്കമാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഖമേനിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ കരുത്താണ് പ്രകടമാക്കുന്നത്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് തന്റെ സാന്നിധ്യത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വ്യവസ്ഥാപിതമായ ഭരണക്രമത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. തന്റെ അസാന്നിധ്യത്തിലും രാജ്യത്തിന്റെ സായുധ സേനയും ഭരണ സംവിധാനവും ഒരേപോലെ സുശക്തമാണെന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ കൂടുതൽ കൃത്യതയോടെയും ബുദ്ധിപരമായ കരുനീക്കങ്ങളോടെയും ഇറാനെ നയിക്കാൻ ഖമേനിക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സാധാരണയായി ഈ വാർഷിക കൂടിക്കാഴ്ചയിൽ ഖമേനി പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യവും പ്രചോദനവും പ്രസംഗവും നൽകുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതും പുറം ലോകത്തിന് ഒരു ശക്തി പ്രദർശിപ്പിക്കുന്നതുമായ നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അഭാവം ഇറാന്റെ നേതൃത്വത്തിന്റെ മുൻഗണനകൾ മാറിയെന്ന സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഖമേനിയുടെ അഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായി വ്യക്തമായ വിശദീകരണം ഇറാൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതിന് പിന്നിൽ ഒന്നിലധികം സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആദ്യത്തേത് സുരക്ഷാ കാരണങ്ങളാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഉയരുന്നതിനിടയിൽ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന ആശങ്ക ഇറാനിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പ്രമുഖ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം അമേരിക്കൻ നടപടികളെക്കുറിച്ച് ഇറാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഖമേനി നേരിട്ട് വലിയ സൈനിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടാകാമെന്നും നിരീക്ഷകർ പറയുന്നു. അതേസമയം ഇത് ഒരു പ്രതീകാത്മക രാഷ്ട്രീയ സന്ദേശമായി കരുതപ്പെടുന്നു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇറാൻ തന്റെ നീക്കങ്ങൾ കൂടുതൽ കണക്കുകൂട്ടലുകളോടെ നടത്തുകയാണ് എന്ന സന്ദേശം നൽകാൻ ഇത്തരമൊരു ചടങ്ങ് ഒഴിവാക്കൽ ഒരു തന്ത്രമായി ഉപയോഗിച്ചിരിക്കാമെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ നേതൃത്വത്തിന് ഇപ്പോൾ ശക്തി പ്രകടനങ്ങളെക്കാൾ തന്ത്രപരമായ ജാഗ്രതയാണ് മുൻഗണന എന്ന നിലപാടിലേക്കാണ് ഈ നടപടി സൂചന നൽകുന്നത്. അത്തരത്തിൽ ഒരു ഡെപ്യൂട്ടിയെ അയച്ചത് ഭരണഘടനാപരമായ സംവിധാനങ്ങൾ സ്ഥിരതയുള്ളതാണെന്നും ഖമേനി ഇല്ലാതെയും ഭരണ സംവിധാനം നിയന്ത്രണത്തിൽ തുടരുന്നുവെന്നും കാണിക്കാനുള്ള ശ്രമമായിരിക്കും. ഏതായാലും ചെങ്കടലിലടക്കം യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ തീരദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ കൂടി രംഗപ്രവേശനം ചെയ്ത സ്ഥിതിക്ക് ഏത് നിമിഷം വേണമെങ്കിലും ചർച്ചകൾ പാളിപ്പോയാൽ യുദ്ധം അതുതന്നെയായിരിക്കും അമേരിക്ക മുൻപോട്ട് വയ്ക്കാൻ പോകുന്നത്. പക്ഷേ അതിനെ തടയാൻ അല്ലെങ്കിൽ അതിനെ നേരിടാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു നീക്കം. മാത്രമല്ല തങ്ങളുടെ സൈന്യത്തെയും ഇറാൻ കൃത്യമായി തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധ സമാനമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ നീക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്.